ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ക്ലാസ് എടുക്കുന്നതിനായിട്ട് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും എന്നെ വിനീതമായ നമസ്കാരം. അതേപോലെ തന്നെ ഭാഗവതം കേൾക്കാനായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഈ ഭാഗവത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും പാദങ്ങളിൽ എന്റെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഭാഗവതത്തിലെ എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ എല്ലാവരുടെ അനുഗ്രഹം വേണം. ഹരേ കൃഷ്ണ. തുടങ്ങാം മാതാജി. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സഗ്രജാതം സഗണാ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീരാധാ കൃഷ്ണ പാദാൻ സഗണാ ലളിതാം ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണ സിന്ധു ദീനബന്ധോ ജഗത്പതി ഗോപീശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. मोष्णपदाय कृष्ण प्रेष्ठाय भूतले श्रीमते जयपताक स्वामी इति नमः आचार्य पदाय निताय कृपा प्रदाय गौरवदाताय नमः. नमो विष्णुपदाय कृष्ण प्रेष्ठाय भूतले श्रीमते भक्ति वेदांत स्वामी नमस्ते सरस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारण. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण. നമുക്കിന്ന് ശ്രീമദ് ഭാഗവതം അധ്യായം 7 ശ്ലോകം 50, 51 എന്നീ ശ്ലോകങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. നമുക്ക് ആദ്യം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭാഗവതം തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ സുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേരുത്തമശ്ലോകേ ഭക്തി ഭഗവത് വിനൈഷ്ഠികേ. മൂകം കരോതി വാചാലം മൂകം ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 7 ശ്ലോകം നമ്പർ 50. നകുല സഹദേവശ്ച യോധാനോ ധനം ചയാ ഭഗവാൻ ദേവകീ പുത്രോ യേ ചാന്യേയാചയോഷിതാ. നകുല സഹദേവശ്ച യോധാനോ ധനം ചയാ ഭഗവാൻ ദേവകീ പുത്രോ യേ ചാന്യേയാചയോഷിതാ. നകുല സഹദേവശ്ച യോധാനോ ധനം ചയാ
ഭഗവാൻ ദേവകീ പുത്രോ യേ ചാന്യേയ ച യോഷിതാ. ഹരേ കൃഷ്ണ. വാക്കർത്ഥം നകുലഃ നകുലൻ, സഹദേവഃ സഹദേവൻ, ച യുയുധാനഃ സാത്വികി, ധനഞ്ജയ അർജുനൻ, ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ, ദേവകീ പുത്ര ദേവകീ സുതൻ അതായത് ശ്രീകൃഷ്ണൻ, ഏ അവരുടെ, ച അന്യേ മറ്റുള്ളവർ, യാ അവരുടെ, ച യോഷിത സ്ത്രീജനങ്ങൾ. വിവർത്തനം ബൈ എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. നകുലനും സഹദേവനും അതായത് രാജാവിന്റെ ഇളയ ഭ്രാതാക്കൾ സാത്വികിയും അർജുനനും ദേവകീ നന്ദനായ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനും സ്ത്രീജനങ്ങളും മറ്റുള്ളവരും എല്ലാം രാജാവിനോട് ഏകപക്ഷീയമായി യോജിച്ചു. ശ്ലോകം 51. തത്രാഹമർഷിദോ ഭീമസ്തസ്യ ശ്രേയാൻ വദ സ്മൃതഃ നാപർത്തുനാത്മന ചാർത്ഥേയോ യോഹൻ സുപ്താൻ ശിശൂൻ വൃഥാ. തത്രാഹമർഷിദോ ഭീമസ്തസ്യ ശ്രേയാൻ വദ സ്മൃതഃ നാപർത്തുനാത്മന ചാർത്ഥോ യോഹൻ സുപ്താൻ ശിശൂൻ വൃഥാ. തത്രാഹമർഷിദോ ഭീമസ്തസ്യ ശ്രേയാൻ വദ സ്മൃതഃ നാപർത്തുനാത്മനാശ്ചാർത്തെ യോഹൻ സുപ്താൻ ശിശൂൻ വൃഥാ. വാക്കർത്ഥം തത്ര അതിൻ പ്രകാരം, ആഹ അരുളി ചെയ്തു, അമർഷിത അമർഷത്തോടുകൂടി, ഭീമഃ ഭീമൻ, തസ്യ അവന്റെ, ശ്രേയാൻ പരമനന്മ, വധ വധിക്കുന്നത്, സ്മൃതഃ സ്മരിച്ചു, ന ഇല്ല ഭർത്തു യജമാനനെ, ന മാത്രവുമല്ല, ആത്മന സ്വാത്മാവിനെ, ച അർത്ഥേയ ആർക്കു വേണ്ടി, സുപ്താൻ നിദ്രയിലായ, ശിശുക്കളെ ബാലന്മാരെ, വൃഥ ഉദ്ദേശമില്ലാതെ അതായത് വെറുതെ. വിവർത്തനം എങ്കിലും ഭീമൻ അവരോട് വിയോജിച്ചു, സ്വതാൽപര്യങ്ങൾക്കോ അവന്റെ യജമാനന്റെ ഇച്ഛാനുസൃതമോ അല്ലാതെ വൃഥാ കോപാന്തനായി നിദ്രയിലാണ്ടിരുന്ന ബാലന്മാരെ വധിച്ച ഈ അപരാധിയെ വധിക്കാൻ ഭീമൻ ശുപാർശ ചെയ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് 2 ശ്ലോകങ്ങളാണ് ഇതില് പഠിക്കാനുള്ളത്. നമ്മുടെ ഈ അധ്യായം എന്ന് പറയുന്നത് ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. നമുക്ക് കഴിഞ്ഞ ദിവസവും ഭാഗവതിൽ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ അധ്യായത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഭാഗവത്തിൽ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. എങ്കിലും നമുക്ക് ഒന്നുകൂടി ഈ അധ്യായത്തിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകം വരെ പറയാം. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഭാഗവതം എത്ര പ്രാവശ്യം കേൾക്കുന്നതും അത്രയും തന്നെ പുണ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഭഗവാന്റെ കൃപ കൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഈ അധ്യായത്തിനെ കുറിച്ച് ഒന്ന് പറയാം. ഈ അധ്യായത്തിൽ പറയുന്നത് ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു അതാണ്. ഈ അധ്യായത്തില് ആദ്യം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ വ്യാസദേവൻ എന്താണ് നാരദ മുനിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം സരസ്വതി നദിയുടെ തീരത്തിരുന്നു കൊണ്ട് അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നും വ്യാസദേവന് 5 കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് 5 കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കൂടാതെ എല്ലാവരുടെയും അഭയവും ആശ്രയവും അദ്ദേഹമാണ്, പരമദിവ്യോത്തമ പുരുഷനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നമ്മൾ എന്നാലും വിചാരിക്കണം വ്യാസദേവൻ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ഒരു അവശ്യ അവതാരമാണ്. എങ്കിലും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിന്റെ രണ്ടാമത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അന്തരംഗ ശക്തി ഉണ്ടെന്നും ആ അന്തരംഗ ശക്തിയിലൂടെയാണ് ഭക്തന്മാരെ സംരക്ഷിക്കുന്നതെന്നും മനസ്സിലാക്കുകയും അതിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഭഗവാന്റെ ലീലകൾ അവതരിപ്പിക്കുന്നത്, അന്തരംഗ ശക്തിയിൽ കൂടിയാണ് ഭഗവാന്റെ ലീലകൾ അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അടുത്ത് പറയുന്നത് മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ബഹിരംഗ ശക്തിയെ കുറിച്ച് കൂടിയാണ്. അതായത് ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് ഭൗതിക പ്രകൃതി,
ഭഗവാന്റെ ബഹിരംഗ ശക്തിയാണെന്നും, അതായത് ഭൂമി അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം, പ്രകൃതി, ഇതെല്ലാം എന്താണ് ഭഗവാന്റെ ബഹിരംഗ ശക്തിയിൽ പെടുന്നതാണെന്ന് മനസ്സിലാകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് ഭഗവാന്റെ തന്നെ അടുത്ത ശക്തിയാണ് തടസ്ഥ ശക്തി. തടസ്ഥ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവാത്മാക്കൾ, അല്ലെ, കഷ്ടപ്പെടുന്ന ജീവാത്മാക്കള്, അതായത് ജനനം, മരണം, വാർദ്ധക്യം, രോഗം, ഇങ്ങനെ ഈ ഇതില് ഈ ചക്രത്തിൽ കിടന്നിങ്ങനെ ഉഴലുന്നവര്, അവിടെ തടസ്ഥ ശക്തിയാണെന്ന് പറയുന്നത് മനസ്സിലാക്കി. പിന്നെ പറയുന്നു അഞ്ചാമത്, തടസ്ഥ ശക്തിയിൽ വരുന്ന ജീവാത്മാക്കൾക്ക് മോചനം ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഭഗവാനെ ആശ്രയിക്കണം. ഭഗവാന്റെ നാമരൂപ ഗുണലീലകൾ കീർത്തനം ചെയ്യുന്നത് ഇതാണ് ഏകമാർഗം എന്നും അദ്ദേഹം മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. 5 കാര്യങ്ങൾ മനസ്സിലാക്കും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, വ്യാസദേവൻ എന്താണ് ശ്രീമദ് ഭാഗവതം രചിക്കുന്നത്. ശുകദേവ് ഗോസ്വാമി ശുകദേവ് ഗോസ്വാമി വ്യാസദേവനിൽ നിന്നാണ് ശ്രീമദ് ഭാഗവതം പഠിക്കുന്നത്. പക്ഷേ ശുകദേവ് ഗോസ്വാമി എന്തായിരുന്നു, ആത്മാരാമനായിരുന്നു. ആത്മാരാമൻ എന്ന് പറയുമ്പോ അദ്ദേഹം എന്താണ്, ആത്മാവിനെ മനസ്സിലാക്കിയ വ്യക്തി, അല്ലെ, ആത്മാവ്, ഞാൻ ഈ ശരീരമല്ല ആത്മാവാണെന്ന് മനസ്സിലാക്കി അതിൽ ആനന്ദം കണ്ടെത്തുന്നതാണ് ആത്മാരാമൻ എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്, ഈ ആത്മാരാമനാണെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള ആനന്ദം ഉണ്ടായില്ല. അതിനായിട്ട് എന്ത് വേണം, പരമാത്മ സാക്ഷാത്കാരം വേണം. അപ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും ആനന്ദം ലഭിക്കുന്നത്. നമുക്കറിയാം ശുകദേവ് ഗോസ്വാമി 16 വർഷത്തോളം അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെയായിരുന്നു. കാരണം പുറത്തു വന്നു കഴിഞ്ഞാൽ എന്താണ്, മായ പിടിക്കും എന്ന് പേടിച്ചിട്ട് അദ്ദേഹം പുറത്തേക്ക് വരാൻ തയ്യാറായില്ല. അവസാനം ഭഗവാൻ കൊടുത്ത ഉറപ്പില് പുറത്തു വന്നാലും മായ പിടിക്കില്ല എന്നുള്ള ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് ശുകദേവ് ഗോസ്വാമി ഭൂമിയിലേക്ക് ജനിക്കുന്നത്, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ശുകദേവ് ഗോസ്വാമി പുറത്തു വന്നിട്ട് എന്താണ്, അദ്ദേഹം ആരെയും ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇറങ്ങി നടന്നു, അല്ലെ, നടന്നു. അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു, വ്യാസദേവൻ പുറകെ വിളിച്ചെങ്കിൽ അദ്ദേഹം അത് നിൽക്കാൻ കൂട്ടാക്കിയില്ല, നടന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടിട്ട്, നമുക്കറിയാം 2 ശ്ലോകങ്ങൾ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, 2 ശ്ലോകങ്ങൾ ആ ശുകദേവ് ഗോസ്വാമിയുടെ പുറകെ നിന്ന് പറയാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചു വിട്ടു. ഒന്നെന്ന് പറയുന്നത് അഹോബികീയം, ആ ശ്ലോകം. ആ ശ്ലോകത്തിലൂടെ എന്താണ് പറയുന്നത്, ഭഗവാന്റെ കാരുണ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ. ഭഗവാൻ എന്താണ്, കാളകൂട വിഷം ചേർത്ത് പാല് നൽകിയ പൂതനയെ പോലും എന്താണ് അമ്മയുടെ സ്ഥാനം കൊടുത്തിട്ട് എന്ത് ചെയ്തു, അമ്മയുടെ സ്ഥാനം കൊടുത്ത് മോക്ഷം കൊടുത്തു. അപ്പൊ അത്രയും ആ കൊല്ലാൻ നോക്കിയ ഒരാളിനെ പോലും അമ്മയുടെ പാല് നൽകാൻ ചെന്നത് കൊണ്ട് അമ്മയുടെ സ്ഥാനം കൊടുത്ത് എന്ത് ചെയ്തു, മോക്ഷം കൊടുത്തു. അത്രയും ഒരു ശ്രേഷ്ഠമായ സ്ഥാനം കൊടുത്ത് മോക്ഷം കൊടുത്തു. അത് ഭഗവാന്റെ ഏറ്റവും വലിയ കാരുണ്യമാണ്. അപ്പൊ ആ കാരുണ്യത്തിനെ കുറിച്ച് പറയുന്ന ശ്ലോകവും പിന്നെ പറഞ്ഞത് എന്താണ്, ബർഹാപീഠം നടവരവു, ആ ശ്ലോകത്തിൽ ഭഗവാന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് വർണ്ണിച്ചു. ഭഗവാന്റെ സൗന്ദര്യം എന്താണ്, എന്താണ്, ആര് കണ്ടാലും ഭഗവാനെ തന്നെ നോക്കി നിൽക്കും, അല്ലെ. അങ്ങനെയുള്ള ആ ഒരു സൗന്ദര്യത്തിനെ കുറിച്ചാണ്, മനോഹരമായ സൗന്ദര്യത്തിനെ കുറിച്ച് വർണ്ണിക്കുന്ന ശ്ലോകമാണ് എന്തെന്ന് പറയുന്നത്, ബർഹാപീഠം. ആ ശ്ലോകത്തിന് അത് പറഞ്ഞു. ഇത് രണ്ടും കേട്ട സമയത്താണ് ശുകദേവ് ഗോസ്വാമി അവിടെ നിൽക്കുകയും ഇത് എവിടുന്ന് ഇനി ഈ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന് അന്വേഷിച്ചിട്ട് വ്യാസദേവന്റെ അരികിലേക്ക് തിരികെ വന്ന് ശ്രീമദ് ഭാഗവതം പഠിക്കുന്നത്. ഇത് രണ്ടും അതിനുശേഷം എന്ത് ചെയ്തു, അങ്ങനെയുള്ള ആത്മാരാമനായ ശുകദേവ് ഗോസ്വാമി പോലും ഭഗവാനിൽ ആകൃഷ്ടനായിട്ട് വന്നു എന്നാണ് പറയുന്നത്. അതുപോലെ നമുക്കും എന്താണ് ഭഗവാനിൽ ആകർഷണമാകണമെങ്കിൽ നമുക്ക് എന്താണ്, ശ്രീമദ് ഭാഗവതത്തിനോട് പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ നാമ ഗുണലീലകളെ കുറിച്ച് നമ്മൾ കേൾക്കുകയോ വായിക്കുകയോ അത് മനസ്സിലാക്കുന്നതിലൂടെ നമുക്കും എന്താണ്, ഭഗവാനിൽ ആകർഷണം തോന്നും. അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്താണ്, ഓരോരുത്തർക്കും എന്താണ് ഭഗവാനോട് ആകർഷണം പല രീതിയിലായിരിക്കും, അല്ലെ. ആകർഷണം തോന്നാറുണ്ട്. അങ്ങനെ ആകർഷണം തോന്നിയാൽ തന്നെ നമ്മൾ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം ഈ അധ്യായത്തിൽ കൂടിയാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് ഒരുപാട് ഈ മുന്നേ ഉള്ള അധ്യായങ്ങളിലെല്ലാം ഭഗവാനെ പ്രകീർത്തിച്ച് പറയുന്നത് ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഭഗവാന്റെ ഭഗവാൻ ആദ്യമായിട്ട് ഈ ഇതില് വരുന്നത്, ഭാഗവതത്തിൽ എൻട്രി ചെയ്യുന്നത് എന്താണ്, ഈ അധ്യായത്തിലാണ്. അതും എങ്ങനെയാണ്, ഭഗവത്ഗീതയിൽ ഉണ്ടായിരുന്നത് പോലെ. ഭഗവത്ഗീതയെ നമ്മൾ കാണുമ്പോൾ ഭഗവാൻ എങ്ങനെയാണ്, അർജുനന്റെ തേരാളിയായിട്ടാണ്.
അതേപോലെ അതേപോലെയാണ് ഭഗവാനെ ഇവിടെ ഈ ഇതിലും അധ്യായത്തിലും പറയുന്നത്. എന്താണ്? അർജുനന്റെ തേരാളിയായിട്ടാണ് ഭഗവാനെ കുറിച്ച് ഇതിൽ ആദ്യമായിട്ട് ഈ പറയുന്നത്. ഇതുവരെ നമ്മൾ ഭഗവാനെ പ്രകീർത്തിച്ചു, കൃഷ്ണസ്തു, ഭഗവാൻ സ്വയം, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. ഓരോരുത്തരും ഭഗവാനെ സ്തുതിച്ച് പറയുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യം ഭഗവാൻ ഇതിൽ പ്രസന്റ് ചെയ്യുന്നത് എന്താണ്? ഈ അധ്യായത്തിലാണ്. അതും അർജുനന്റെ തേരാളിയായിട്ടാണ് പറയുന്നത്. കാരണം എന്താണ്? ഇതും സെയിം കാര്യം തന്നെയാണ്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു. അതിനുശേഷം കൗരവരെല്ലാരും മറിച്ചു, ദുര്യോധനൻ മാത്രം ബാക്കി ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്തു? യജമാനനോടുള്ള ഒരു സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് അശ്വത്ഥാമാവ് ഈ പാണ്ഡവരെന്ന് കരുതി പാണ്ഡവ പുത്രന്മാരെ 5 പേരെയും വധിച്ച് ദുര്യോധനന്റെ അരികിലേക്ക് കൊണ്ടുചെല്ലും. പക്ഷെ ദുര്യോധനൻ അതിൽ സന്തുഷ്ടനായോ എന്ന് വെച്ചാൽ ഇല്ല. എങ്കിൽ അങ്ങനെ കൊണ്ടുചെന്ന ആ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഭഗവാൻ അവിടെ വരുന്നത്, അല്ലെ? ആ സമയത്ത് ഇത് മനസ്സിലാക്കിയിട്ട് അർജുനൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ പുത്രന്മാരെ എല്ലാം വധിച്ചു എന്ന് പറഞ്ഞ് ദ്രൗപദിയുടെ സങ്കടം, വിഷമം, അമ്മ അല്ലെ, കുട്ടികൾ മരിക്കുന്ന ആ അമ്മയുടെ ആ സങ്കടം കണ്ടിട്ട് അർജുനൻ പ്രതിജ്ഞ ചെയ്തു. എന്താണ്? ഇത് ആരാണോ ചെയ്തത് അദ്ദേഹത്തിനെ വധിച്ചിട്ട് ദ്രൗപദിയുടെ കാൽക്കൽ അദ്ദേഹത്തിന്റെ തല കൊണ്ടുവരും എന്ന് പറഞ്ഞു പോകും. ആ സമയത്താണ് അവർക്ക് മനസ്സിലാകുന്നത് അശ്വത്ഥമാവാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ അശ്വത്ഥമാവിനെ അന്വേഷിച്ച് അർജുനനും ഭഗവാൻ അർജുനന്റെ തേരാളിയായിട്ട് പോകും. ആ സമയത്ത് ഇവിടെ എന്താണ്? അർജുനന്റെ തേരാളിയായിട്ട് ഭഗവാൻ പോകുമ്പോ ഭഗവാൻ അതില് എന്താണ്? ഒരു വിഷമവും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എന്താണ്? ഭക്ത സംരക്ഷകനാണ്, അല്ലെ? ഭഗവാൻ നമുക്കറിയാം, അർജുനൻ ഭഗവാന്റെ എന്താണ്? സുഹൃത്താണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തനുമാണ്. അപ്പൊ അർജുനനെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ മൈത്രി ഭാവത്തിലും എന്റെ സുഹൃത്തിന് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ, അത് സംഭവിക്കാതിരിക്കാൻ സംരക്ഷണം കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു? അർജുനന്റെ തേരാളിയായി. അതുപോലെ ഇവിടെയും അർജുനന്റെ തേരാളിയായിട്ട് ഭഗവാൻ ഇരിക്കുകയാണ്. അപ്പോ എന്നിട്ട് എന്ത് ചെയ്തു? അശ്വത്ഥമാവ് അവരെ കണ്ടിട്ട് കാണും. ഭഗവാനും അർജുനൻ ചെല്ലുന്നത് കാണുമ്പോ വേറെ ഒരു നിവൃത്തിയില്ല, ഇനി ഒരു മാർഗവും ഇല്ല എന്ന് രക്ഷപ്പെടാൻ എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും? അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കും. ആ ബ്രഹ്മാസ്ത്രം എന്താണ്? വരുന്നത് കണ്ടിട്ട് അർജുനനും ഭയപ്പെടും, അല്ലെ? അർജുനന് ഭയപ്പെട്ടിട്ട് ഭഗവാനെ ആശ്രയിക്കും. ഭക്തന്മാർ എപ്പോഴും അങ്ങനെയാണ്. ഒരു ചെറിയ കാര്യം വന്നാൽ എന്താണ്? അതില് ഭഗവാനിൽ ആശ്രയം നേടാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അതിൽ അർജുനൻ പറയും, കൃഷ്ണ കൃഷ്ണ മഹാഭാഗു എന്ന് പറഞ്ഞിട്ട് ശ്ലോകം ഈ അദ്ദേഹത്തിലാണ്. അത് അങ്ങനെ അഭയം പ്രാപിക്കും. അതായത് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ നമുക്ക് എന്താണ്? ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമുക്ക് തന്നെ ഈ ഭാഗവത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്താണ്? ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് അർജുനൻ ദ്വാരകയിൽ നിന്നും തിരിച്ചു വന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴും അർജുനൻ വിചാരിക്കും, ഞാൻ എന്താണ്? അതേപോലെ തന്നെ വരുന്ന വഴിക്ക് എന്താ സംഭവിക്കുന്നത്? ഭഗവാന്റെ പത്നിമാരെ എല്ലാവരെയും ഗോപാലന്മാരും അസുരന്മാരും, അല്ലെ, വന്നിട്ട് എന്ത് ചെയ്യും? ആഭാസന്മാര് വന്ന് അർജുനനെ തോൽപ്പിച്ചിട്ട് കയ്യേറിക്കൊണ്ടുപോകും. ശരിക്കും അത് ഭഗവാൻ തന്നെയാണ് അങ്ങനെ വരുന്നത്. എങ്കിലും എന്താണ്? അർജുനന്റെ ആ ഗാണ്ഡീവം കയ്യിലുണ്ടായിരുന്നു. എന്താണ്? യോധന വിദ്യയില് എന്താണ്? പ്രഗത്ഭനായിട്ടുള്ള അർജുനനായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന അതേ കഴിവ് ഇതെല്ലാം അർജുനൻ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ എങ്കിലും ഭഗവാൻ ഇല്ലാതിരിക്കുമ്പോൾ ഭഗവാൻ ആ ശക്തികളെ എന്താണ്? പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശക്തി എന്താണ്? അതുകൊണ്ട് യാതൊരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ ശക്തിക്ക് ഒരു പ്രാധാന്യം ഇല്ലാതാവും. അതുപോലെയാണ് നമ്മൾ എന്താണ്? എന്ത് കാര്യം വന്നാലും നമ്മൾ ഭഗവാനെ ആശ്രയിക്കുക. അപ്പം ഭഗവാൻ അർജുനനും അതേപോലെ ഭക്തന്റെ ആ ഒരു എങ്ങനെയാണ് ഭക്തൻ വേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ ആ ഒരു ഇത് വന്നപ്പോ ആശ്രയിച്ചു. ഭഗവാന്റെ അതുപോലെ അതിനുശേഷം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്തു? ബ്രഹ്മാസ്ത്രം, അതായത് അശ്വത്ഥമാവിന് ബ്രഹ്മാസ്ത്രം പിൻവലിക്കാൻ അറിയില്ല. അർജുനന് ബ്രഹ്മാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എന്താണ്? പിതാവിന്റെ അടുത്ത് നിർബന്ധപൂർവം ആണ് അശ്വത്ഥമാവും ആ ബ്രഹ്മാസ്ത്രത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ആ ക്ഷമ ഉണ്ടായിരുന്നില്ല. തിരിച്ചത് എന്താണ്? പിൻവലിക്കുന്നതിനെ കുറിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നിൽക്കാനുള്ള ക്ഷമ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അർജുനന് അതുകൊണ്ട് എന്ത് ചെയ്തു? ദ്രോണര് അത് പറഞ്ഞു കൊടുത്തു. അശ്വത്ഥമാവിന് അത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞു, ഒരു ബ്രഹ്മാസ്ത്രവും കൂടി പ്രയോഗിക്കുക, അതിനുശേഷം ഇത് രണ്ടും വീര്യമാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു.
പിന്നെന്താണ് അശ്വത്ഥാമ, അങ്ങനെ അർജുനൻ ആ രണ്ട് ബ്രഹ്മാസ്ത്രങ്ങളെ നിർവീര്യമാക്കി. അശ്വത്ഥാമാവിന് എന്താണ് ബ്രഹ്മാസ്ത്രം പിൻവലിക്കാൻ അറിയില്ലല്ലോ. പക്ഷെ ഭഗവാൻ എന്താണ് ഭക്തന്മാരെ എപ്പോഴും സംരക്ഷിക്കാം. അതിനുശേഷം അശ്വത്ഥാമാവിനെ ഒരു മൃഗത്തിനെ പോലെ എന്ത് ചെയ്തു, കയറുകൊണ്ട് കെട്ടി വരഞ്ഞിട്ട് വലിച്ചിഴച്ച് ദ്രൗപദിയുടെ മുന്നിൽ കൊണ്ടുപോയി വരും. ആ സമയത്ത് പക്ഷെ എന്ത് ചെയ്തു, ദ്രൗപദിക്ക് ഈ ഒരു അവസ്ഥ കാണുമ്പോ എന്ത് ചെയ്തു, അവരോട് ദ്രോണപുത്രനോട് എന്ത് ചെയ്തു, സഹതാപം തോന്നി. എന്നിട്ട് എന്ത് പറയും, അദ്ദേഹത്തിനെ കൊല്ലണ്ട, വധിക്കണ്ട എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ദ്രൗപദി പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ദ്രൗപദി പറയുന്നുണ്ട് കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ആരെ അശ്വത്ഥാമാവിനെ കൊല്ലാതിരിക്കാൻ വേണ്ടി നിരവധി കാര്യങ്ങള് ദ്രൗപദി പറയുന്നുണ്ട്. അതായത് ന്യായം, കരുണ, ഇതൊക്കെ പറഞ്ഞിട്ട് പറയും എന്താണ്, ഈ കാരണങ്ങൾ കൊണ്ടൊന്നും എന്ത് ചെയ്യേണ്ട, വധിക്കേണ്ട എന്ന് പറയും. അതായത് ഒന്ന് ബ്രാഹ്മണ പുത്രനാണ്, നമ്മുടെ ഗുരുവിന്റെ പുത്രനായതിനാൽ അദ്ദേഹത്തിനെ വധിക്കാൻ പാടില്ല. പിന്നെന്താണ്, ഗുരുപുത്രനായതിനാൽ അദ്ദേഹത്തിനെ വധിക്കാൻ പാടില്ല. പിന്നെന്താണ്, പുത്രന്മാരുടെ വിയോഗം എന്താണെന്ന് ദ്രൗപദിക്ക് മനസ്സിലായി. വിയോഗം ഉണ്ടാകുമ്പോൾ എത്രമാത്രം ദുഃഖം ഉണ്ടാകും എന്നുള്ളത് ദ്രൗപദിക്ക് മനസ്സിലായി. അതുപോലെ എന്താണ് ദ്രോണരുടെ ഭാര്യ കൃതിക്ക് ഈ പുത്രൻ മാത്രമേ ഉള്ളൂ. ബാക്കി എന്താണ് ഭർത്താവ് ആയ ദ്രോണർ വധിക്കപ്പെട്ടു. അതിനാൽ അമ്മയ്ക്ക് എന്താണ് ആശ്രയം, ഈ അശ്വത്ഥാമ മാത്രമേ ഉള്ളൂ. അതിനാൽ അദ്ദേഹത്തിനെ വധിക്കാൻ പാടില്ല എന്ന് പറയും. പിന്നെന്താണ്, ദ്രോണാചാര്യരിൽ നിന്ന് ആയോധന വിദ്യകളെല്ലാം പഠിച്ചതിനാല് അദ്ദേഹത്തിനെ നമ്മൾ എന്താണ്, ദ്രോണാചാര്യരുടെ അഭാവത്തിൽ പുത്രനെ ദ്രോണരുടെ പ്രതിനിധിയായിട്ട് നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വധിക്കാൻ പാടില്ലെന്ന് പറയും. പിന്നെ നമ്മൾ എന്താണ്, ദ്രോണാചാര്യരുടെ കുടുംബത്തോട് അർജുനനും കുടുംബവും കടപ്പെട്ടിരിക്കുന്നതിനാല് അവരോട് നന്ദികേട് കാണിക്കാൻ പാടില്ലെന്ന് പറയും. പിന്നെ എന്താ പറയാ, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം പറയും. പിന്നെ കുലബന്ധുക്കൾക്ക് ദുഃഖം ഉണ്ടാക്കുന്നവർ സംസ്കാര സമ്പന്നരല്ലെന്ന് പറയും. രാജകീയ അധികാര വർഗങ്ങൾ ബ്രാഹ്മണ വർഗത്തെ ദ്രോഹിക്കാനോ പ്രകോപിപ്പിക്കാനോ പാടില്ല. അങ്ങനെ ചെയ്താൽ അവരുടെ ക്രോധാഗ്നിയിൽ സർവ്വതും നശിച്ചു പോകുമെന്ന് പറയും. അതായത് നമ്മള് എന്താണ്, ഗോക്കളെയും ബ്രാഹ്മണരെയും സംരക്ഷിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂ, അല്ലെ? അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ സംരക്ഷിക്കേണ്ടവർ തന്നെ അതിനെ നശിപ്പിക്കാൻ പാടില്ല, അങ്ങനെ പറയും. പിന്നെന്താണ്, ദ്രൗപദി മതാനുസൃതമായിട്ട് ദ്രോണാചാര്യ കൊടുത്ത അതേ ബഹുമതി തന്നെ അശ്വത്ഥാമാവിന് നൽകി. ഒരു ഭഗവത് ഭക്തൻ സർവ്വവിധ സ്വകീയ ക്ലേശങ്ങളെയും സഹിക്കുന്നു എന്ന് ഇത് അർത്ഥമാക്കുന്നു. ഒരു ഭക്തൻ മറ്റുള്ളവരോട്, സ്വശത്രുവിനോട് പോലും ഒരിക്കലും ക്രൂരമായി പെരുമാറുകയില്ല. ഒരു ശുദ്ധഭക്തന്റെ ഗുണമാണ് സർവ്വതം ക്ഷമിക്കുക എന്നത്. ഇതെല്ലാം ആരുടെ ക്വാളിറ്റിയാണ്? ദ്രൗപദിയുടെ ക്വാളിറ്റിയാണ്. ഒരു ശുദ്ധഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ദ്രൗപദി കാണിച്ചു തരികയാണ്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ വന്നാലും അത് ക്ഷമിക്കാൻ പഠിക്കണം. അങ്ങനെ പറഞ്ഞ് ധർമ്മത്തിന്റെ നീതിയുടെയും രീതിക്ക് ദ്രൗപദി ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയും. യുദ്ധം എന്താണ്, അദ്ദേഹത്തിനെ വധിക്കണ്ട എന്ന് പറയും. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ ഇന്ന് വായിച്ച ശ്ലോകങ്ങൾ വരുന്നത്. അതില് പറയുന്നുണ്ട് എന്താണ്, നകുലൻ, സഹദേവൻ എല്ലാവരും ഭീമൻ ഒഴികെ മറ്റെല്ലാവരും എന്താണ്, അശ്വത്ഥാമാവിനെ വധിക്കേണ്ടെന്ന് ദ്രൗപദി പറഞ്ഞപ്പോൾ അതിനോട് യോജിച്ചു. ധർമ്മപുത്രർ എന്താണ്, ദ്രൗപദി പറഞ്ഞതിനോട് യോജിച്ചു. അതുപോലെ തന്നെ നകുലനും സഹദേവനും സാത്വികിയും അർജുനനും പിന്നെ ദേവകീ നന്ദനായ പരമദിവ്യോത്തമ കൃഷ്ണനായ ശ്രീകൃഷ്ണനും എന്ന് എടുത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദേവകീ നന്ദനായിട്ടുള്ള പരമദിവ്യോത്തമ കൃഷ്ണനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ. പിന്നെ അവിടെയുള്ള സ്ത്രീജനങ്ങൾ മറ്റുള്ളവരും എല്ലാം രാജാവിനോട് ഏകപക്ഷീയമായി യോജിച്ചു എന്ന് പറയും. ഇവിടെ എടുത്തു പറയാൻ കാരണം എന്താണ്, ദേവകീ നന്ദനായ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കണം. നമുക്കറിയാം എന്താണ്, ഭഗവാന് പലതരത്തിലുള്ള സവിശേഷതകളും പല അവതാരങ്ങളും ഒക്കെ ഭഗവാൻ എടുത്തിട്ടുണ്ടെങ്കിലും എന്താണ്, മൂലസ്വരൂപം എന്ന് പറയുന്നത് ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. അതായത് നമുക്കറിയാം, ഗീതാ മാഹാത്മ്യത്തിൽ തന്നെ
എന്താണ് പറയുന്നുണ്ടല്ലോ, ഏകോ ശാസ്ത്രം ദേവകി പുത്രഗീതം ഏകോ ദേവോ ദേവകി പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമ്മ കർമാപേകം തസ്യ ദേവസ്യ ദേവ. അതായത് ഒരു അഡ്രസ്സ് പറഞ്ഞിരുന്ന പോലെയാണ് അല്ലെ. ദേവകിയുടെ പുത്രൻ, ഏകം ശാസ്ത്രം, ഏക ശാസ്ത്രമാണുള്ളത്, നമ്മൾ ആരാധിക്കേണ്ടതും ആരെയാണ്, ഇങ്ങനെ അതായത് ദേവകിയുടെ പുത്രനായി അവതരിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അങ്ങനെ നമുക്കൊരു എന്താണ്, ഈ ആള് നമ്മളൊരു കത്തയക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ അഡ്രസ് എല്ലാം എഴുതി അയക്കില്ലേ, അതേപോലെ നമുക്ക് പറഞ്ഞു തരികയാണ് അല്ലെ. ഇതാണ് ദേവകിയുടെ പുത്രനായിട്ടുള്ള പരമദിവ്യത്വ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് പറയും. അതുപോലെ ഇവിടെ പരമദിവ്യത്വ പുരുഷൻ ആരാണെന്ന് പറയും, ദേവകിയുടെ പുത്രനായിട്ടുള്ള പരമദിവ്യത്വ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ. നമുക്ക് ഈ ഭാഗവത്തിൽ തന്നെ പറയുന്നുണ്ട്, എന്താണ്, ഏതേച്ചാം ശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, അല്ലെ. ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ എന്ന് പറയുന്നുണ്ട് അല്ലെ. ഭഗവാനെ കുറിച്ച് ഈ ശ്രീമദ് ഭാഗവതത്തിൽ തന്നെയും ഇങ്ങനെ നമുക്ക് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് സ്വയം, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഒരു മെഴുകുതിരിയിൽ നിന്ന് നമ്മൾ വേറെ മെഴുകുതിരിയിലേക്ക് വെളിച്ചം ഇങ്ങനെ പകർന്ന് എത്ര മെഴുകുതിരി വേണമെങ്കിലും നമുക്ക് കത്തിക്കാൻ കഴിയും അല്ലെ. അതുപോലെ എങ്കിൽ തന്നെ നമ്മൾ ആദ്യം പറയുന്നതാണ്, ആദ്യത്തെ മെഴുകുതിരി അത് ആദ്യത്തേത് തന്നെ ആയിരിക്കും അല്ലെ. അതുപോലെ മൂലസ്വരൂപം അല്ലെങ്കിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ എന്നാലും നമ്മൾ വിചാരിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ എന്താണ് ഭൂമിയിൽ അവതരിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, ഗോപാലനെ പോലെ വൃന്ദാവനത്തിൽ വന്ന് ഒരു ഗോപാലനെ പോലെ ഗോപാലന്മാർക്കൊപ്പം കളിച്ചു നടന്നു എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക അദ്ദേഹം വെറും ഒരു ഗോപാലനാണ് എന്ന് നമ്മൾ വെറുതെ വിചാരിക്കാൻ പാടില്ല. അദ്ദേഹമാണ് എന്ന് പറയുന്നത് പരമദിവ്യത്വ പുരുഷനാണ്. ബ്രജവാസികൾക്ക് പക്ഷെ അവർ എന്താണ് ഭഗവാനെ പരമദിവ്യത്വ പുരുഷനായിട്ട് അങ്ങനെയൊന്നും അവർക്ക് അറിയില്ല. പക്ഷെ എങ്കിലും അവരെന്താണ് ഭഗവാനില് വളരെയധികം ആകൃഷ്ടരാണ് അല്ലെ. അവർക്ക് ശരിക്കും പറഞ്ഞ വിഷ്ണു അല്ലെങ്കിൽ നാരായണൻ എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് അത്ര അറിയില്ല. എങ്കിലും അവരെന്താണ് ഭഗവാനില് ആകൃഷ്ടരാണ്. അങ്ങനെ ആകൃഷ്ടരാകും നമ്മുടെ ജീവിതം ഉണ്ടാവും, എന്തായി തീരും, വിജയകരമായി തീരും എന്നാണ്. ഭഗവാനിൽ നമുക്കൊരു ആകർഷണം ഉണ്ടായാൽ മാത്രം നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ്. പിന്നെ എന്താണ്, നമുക്ക് ഭഗവാനെ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പരമദിവ്യത്വ കൃഷ്ണനായിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജന്മകർമ്മ ചമേ ദിവ്യം, ശ്രീമദ് ഭഗവത്ഗീതയിൽ തന്നെ നിരവധി ശ്ലോകങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ജന്മകർമ്മ ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സ്വാധീന. അല്ലെ അർജുന, എന്താണ്, എന്റെ ജനനത്തിന്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നതിൽ അവർ ശാശ്വതമായ എന്റെ ലോകത്തിൽ തന്നെ വരുന്നു. ഇതേ കണക്ക് ഭഗവാന്റെ ജന്മത്തിനെയും കർമ്മത്തിനെയും കുറിച്ച് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്താണ് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാം. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് എന്താണ് ഭഗവാനെ മനസ്സിലാക്കാനും പരമദിവ്യത്വ പുരുഷനായിട്ട് അംഗീകരിക്കാനും കഴിയും എന്ന് പറഞ്ഞു. പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് പിന്നെയും പറയുന്നുണ്ട്, ഭഗവാൻ 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഭഗവാന് പൂർണ്ണമായി ആസക്തരായിരുന്നവർക്ക് കൃഷ്ണാവബോധം പരിശീലിച്ച് സംശയങ്ങൾ നീങ്ങും. നമുക്ക് നിരവധി സംശയമാണല്ലോ, ഭഗവാൻ ആണോ, എങ്ങനെ ഉറപ്പിക്കും, എങ്ങനെ വിശ്വസിക്കും എന്നൊക്കെ ഉള്ളത്. അത് നമുക്ക് എന്താണ്, അത് ഭഗവാൻ തന്നെ നമുക്ക് ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്, ഭഗവത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്, നിരവധി ഭക്തന്മാരുടെ ഇതിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയായാലും ഏത് മാർഗത്തിലൂടെ ആയാലും നമ്മൾ ഭഗവാനിൽ ആസക്തരായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമുക്ക് മോക്ഷം കിട്ടി ഭഗവാന്റെ ധാമത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും എന്നാണ്. മയാദതമിതം സർവം ജഗദ്വീതമൂർത്തയ എന്ന് പറഞ്ഞ ശ്ലോകത്തിലൂടെ എന്താണ് പറയുന്നത്, ഭഗവാനും എന്താണ്, കൃഷ്ണ സർവ്വവ്യാപിയാണ്, അദ്ദേഹത്തിന്റെ അവ്യക്ത ശക്തി എല്ലായിടത്തും ഉണ്ട്. അതിനാൽ ഉത്തമ ഭക്തർ ഭഗവാനെ പരമദിവ്യത്വ പുരുഷനായിട്ട് അംഗീകരിക്കുന്നു. അവർ എവിടെ എന്ത് കണ്ടാലും എന്ത് ചെയ്യുന്നു, ഭഗവാനാണെന്ന് കരുതും. എന്ത് കണ്ടാലും എല്ലാരിലും ഭഗവാനെ കാണാൻ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭഗവാന്റെ എല്ലാ വസ്തു കാണുമ്പോഴും അതിലെ ഭഗവാനെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ദേവകി പുത്രൻ എന്താണ്, ദേവകി നന്ദനായിട്ട് പരമദിവ്യത്വ പുരുഷൻ എന്താണ് ഭഗവാന്റെ ദ്രൗപദിയുടെ വാക്കുകൾ അംഗീകരിക്കുന്നതാണ്. ഭഗവാനോട് എന്താണ് അവരോട് യോജിക്കുന്നു, അശ്വത്ഥമാവിനെ വധിക്കണ്ട, അദ്ദേഹത്തിനെ വിടാം എന്നും അദ്ദേഹത്തിനെ മോചിപ്പിക്കാം എന്ന് ദ്രൗപദി പറയുമ്പോൾ അതിനോട് അംഗീകരിക്കുന്നു.
പക്ഷേ ഭീമസേനൻ എന്ത് ചെയ്തു? ഭീമസേനൻ മാത്രം എന്ത് ചെയ്തു? അത് അംഗീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു എന്താണ് 51ാമത്തെ ശ്ലോകത്തില് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്, യാതൊരു കരുണയും ഇല്ലാതെ എന്താണ് കരുണയുമില്ലാതെ ഭീമൻ താല്പര്യങ്ങൾക്കോ അവന്റെ യജമാനന്റെ ഇച്ഛാനുസൃതമോ അല്ലാതെ വൃഥാ കോപാന്തനായി നിദ്രയിലായിരുന്ന ബാലന്മാരെ വധിച്ച ഈ അപരാധിയെ വധിക്കാൻ ഭീമൻ ശുപാർശ ചെയ്തു. താല്പര്യങ്ങൾക്കോ അവന്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടാണോ അദ്ദേഹം വധിച്ചത്? അല്ല. പിന്നെന്താണ്? യജമാനന്റെ ഇച്ഛാനുസൃതമാണോ? യജമാനായ ദുര്യോധനൻ പറഞ്ഞിട്ടില്ല വധിക്കാനായിട്ട് അവരെ, അല്ലെ? കുട്ടികളെ കൊല്ലണമെന്ന് ദുര്യോധനനും പറഞ്ഞിട്ടില്ല. പിന്നെന്താണ്? കോപാന്തനായി നിദ്രയിലാണ്ടിരുന്ന കോപത്താൽ ആ ഒരു ദേഷ്യത്താല് അദ്ദേഹം പോയിട്ട് ചെയ്തതാണ്, അല്ലെ? അത് അങ്ങനെ കോപത്തിന്റെ അടിമപ്പെട്ടിട്ട് കുട്ടികളെ, ഉറങ്ങിക്കിടന്ന കുട്ടികളെ വധിച്ചു. നമുക്കറിയാം എന്താണ്, ധർമാനുസൃതം അനുസരിച്ചിട്ട് എന്താണ് വധിക്കാൻ എങ്ങനെയൊക്കെ യുദ്ധം ചെയ്യാൻ പാടില്ല, ഏതൊക്കെ സമയങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്ക് ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഉറങ്ങിക്കിടക്കുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികളെയോ, അത് കൂടാതെ എന്താണ് ലഹരി ഉപയോഗിച്ചിരിക്കുന്നവരെയോ ബുദ്ധിമാന്ദ്യം സംഭവിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ളവരെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വധിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊരു കാരണവും ഇല്ലാതെ വെറും കോപാന്തനായിട്ട് വന്നിട്ട് അശ്വത്ഥമാവ് എന്ത് ചെയ്തു? ഈ ബാലന്മാരെ വധിച്ചതിനാൽ അദ്ദേഹത്തിനെ വധിക്കണമെന്ന് ഭീമസേനൻ പറയുകയാണ്. നമുക്കറിയാം പല സമയത്ത് നമ്മുടെ എന്താണ് 3 ഗുണങ്ങൾ നമ്മളിൽ വരും, അല്ലെ? ആ ഗുണങ്ങൾ, നമ്മുടെ 3 ഗുണങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. സത്വ രജോ തമോ ഗുണങ്ങളുണ്ട്. അത് അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മളിൽ പ്രവർത്തിക്കും. ആ സമയത്താണ് നമുക്ക് പല തരത്തിലും നമ്മൾ എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്, അല്ലെ? അത് ഓരോന്നും അതിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചിരിക്കും. നമുക്കറിയാം ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 പേര് അതിനെ നിയന്ത്രിക്കുന്നുണ്ട്. സത്വഗുണ രജോ തമോ ഗുണങ്ങളെ എന്താണ് ബ്രഹ്മ വിഷ്ണു മഹാദേവ ശിവൻ, ഇങ്ങനെ 3 പേരുടെ അധീനതയിലാണ് ഈ ഗുണങ്ങള്. എങ്കിൽ തന്നെ അവരതിന് അടിമപ്പെട്ട് ആ ഗുണങ്ങൾക്ക് അടിമപ്പെട്ടവരാണ് എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ബ്രഹ്മാവും ശിവനും എന്താണ്, ശിവൻ നമുക്കറിയാം വൈഷ്ണവാണ്, യഥാശംഭു ഭഗവാൻ വൈഷ്ണവരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളതാണ് ശിവൻ എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും എന്താണ് ഈ 3 ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? സത്വഗുണത്തിൽ അധിഷ്ഠിതമാക്കി നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. സത്വഗുണത്തിൽ അധിഷ്ഠിതമാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ചിന്തകളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യാം? ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുപോകും. ആ സമയത്ത് നമുക്ക് സത്വഗുണം നമുക്ക് കൂടും. അതേപോലെ നമ്മൾ രജോ ഗുണവും തമോ ഗുണവും നമ്മുടെ ഉള്ളിലുണ്ട്. അത് എപ്പോ വേണമെങ്കിലും പുറത്തേക്ക് വരാം. നമ്മൾ അതിനൊരു അവസരം കൊടുക്കാതെ നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ എപ്പോഴും ഈ ഭഗവത് കഥ നമുക്കത് ഒരു ടൈം ടേബിൾ പോലെ നമുക്കാക്കാം. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു, അതിനുശേഷം നമ്മൾ എന്താണ് നാമജപം, മംഗളാരതി, നാമജപം, അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിനെ നമ്മൾ അങ്ങനെ ചിട്ടപ്പെടുത്തി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ സത്വഗുണത്തിനെ കൂട്ടി കൊണ്ടുവരാനും കഴിയും. രജോ ഗുണത്തിൽ വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ എന്താണ് കോപത്തിന് അടിമപ്പെടുകയും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൃഷ്ണാവബോധം ശ്രീല പ്രഭുപാദിന്റെ അനുഗ്രഹത്താൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മഹത്തായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് എത്താൻ പറ്റിയത് വളരെ ഭാഗ്യം ചെയ്തവരാണ് നമ്മളെല്ലാവരും. കാരണം ഒരു മനുഷ്യജന്മം കിട്ടുന്നതിന് തന്നെ നിരവധി എന്ത് വേണം? ജന്മങ്ങൾ എടുത്ത് അതിന് വേണ്ടുന്ന പുണ്യം നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ ഒരു മനുഷ്യജന്മം കിട്ടൂ. അപ്പൊ അതിന് വന്നിട്ടൊരു ഭക്തൻ ആവാൻ വേണ്ടി നമ്മളൊന്നും എന്റെ കാര്യം പറഞ്ഞാൽ ഭക്തനൊന്നും അല്ല, എങ്കിലും ഒരു ഭക്തനാവണമെങ്കിൽ അതിന് കൂടുതലും നമ്മൾക്ക് എന്തുണ്ടാവണം? പുണ്യം നമുക്കുണ്ടാവണം. അപ്പൊ അത്രയും നമുക്ക് കൃഷ്ണാവബോധത്തില് അല്ലെങ്കിൽ ഇസ്കോണില് നമുക്കിപ്പോ എത്താൻ പറ്റിയത് തന്നെ എന്താണ്? നമ്മുടെ മുൻജന്മ പുണ്യത്തിന്റെ ഫലമായിട്ടാണ്, അല്ലെ? അപ്പൊ ആ ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം അതില് ഉപയോഗപ്പെടുത്തണം. നമുക്കറിയാം ഇനി അങ്ങോട്ട് പഠിക്കുന്നതാണ് എന്താണ് ശമീക ഋഷിയുടെ പുത്രനെ തന്നെ എന്താണ് ഭഗവാൻ അവർക്ക് ഒരു അവസരം കൊടുത്തതാണ്. മുമ്പ് ഭഗവാൻ ഉണ്ടായിരുന്ന സമയത്ത് ഭഗവാന് ശത്രുപക്ഷത്ത് നിന്ന് അസുരന്മാർക്ക് ഭഗവാൻ ഒരു അവസരം കൊടുത്തതാണ് ആ ബ്രാഹ്മണ കുലത്തിൽ അവരെ അങ്ങനെ ജനിപ്പിക്കുന്നത്. പക്ഷെ അവരെന്ത് ചെയ്തു? അവര് എന്താണ് കലിയുഗത്തിന്റെ പ്രാധാന്യം എന്താണ് ഒരു പുണ്യത്തിന്റെ എതിരായിട്ട് അവർക്ക് അങ്ങനെയെങ്കിലും മോക്ഷം കിട്ടട്ടെ എന്ന് വിചാരിച്ച് അവരെ ബ്രാഹ്മണ കുലത്തിൽ കൊടുത്തു. പക്ഷെ എന്ത് ചെയ്തു? അവരാ
ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതിന്റെ ആ ഒരു അഹങ്കാരത്തിൽ അവർ എന്ത് ചെയ്തു, അതെല്ലാം അവർക്ക് കിട്ടിയ ആ ഒരു പുണ്യത്തിനെ അവര് ദുരുപയോഗം ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് എന്താണ് ശാപം, പരീക്ഷിത് മഹാരാജാവിന്റെ ആ ഒരു ശാപം കിട്ടുന്നതും അതിനുശേഷം ശ്രീമദ് ഭാഗവതം നമുക്ക് കിട്ടുന്നതും അതുവഴിയൊക്കെയാണ്. ഇനി അങ്ങോട്ടുള്ള അധ്യായങ്ങളിൽ നമ്മളത് പഠിക്കും. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരം, ഭഗവാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു അവസരത്തിന് ഞാനും നമ്മളും എല്ലാവരും അതിന് മാക്സിമം ഉപയോഗിക്കുക. ഇതില് ഭീമസേനനും ശരിക്കും എന്താണ് ഇങ്ങനെ പ്രതികരിച്ചു, എന്താണ് ഇങ്ങനെ വധിക്കുന്നത് ശരിയല്ല, ഇവരെല്ലാവരും പറഞ്ഞെങ്കിലും ഭീമസേനൻ അതിനെതിരെ പ്രതികരിച്ചു അല്ലെ. പക്ഷെ എങ്കിലും എല്ലാവരും എന്താണ്, പാണ്ഡവരെന്ന് പറയുന്നത് എല്ലാവരും ഭക്തന്മാരാണ്. എല്ലാവരും ഭക്തന്മാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭഗവാൻ എപ്പോഴും സംരക്ഷണവും കൊടുക്കും. നമുക്കറിയാം ദ്വാരകയിൽ ഉണ്ടായിരുന്ന സമയത്തിന് യദുവംശജരും അങ്ങനെയാണ്. ഭക്തന്മാരുടെ ഒരു ഇത് പറയുന്നുണ്ട്. ആ യദുവംശജരിൽ നിന്ന് തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവരെന്ത് ചെയ്തു, ഇന്ദ്രൻ ലോകത്തുണ്ടായിരുന്ന സുധർമ്മ എന്ന് പറയുന്ന ആ ഒരു സമ്മേളന മന്ദിരത്തിനെ തന്നെ അവരെന്ത് ചെയ്തു, ഭഗവാന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു, ഭൂമിയില് ദ്വാരകയിൽ പ്രതിഷ്ഠിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന് നമുക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യങ്ങൾ നമ്മൾ ഭഗവാനായിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും, നമ്മളെ സംരക്ഷിക്കും. അപ്പൊ നമുക്ക് നിർഭയത്വവും സംരക്ഷണവും ഒക്കെ നമുക്ക് ഭഗവാൻ ഉറപ്പു തരും. അതേപോലെ യദുവംശജ അങ്ങനെയായിരുന്നു. ഭഗവാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, പ്രപഞ്ചത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അവർ ഭഗവാൻ കൊടുക്കുകയുള്ളൂ. അപ്പൊ അവർക്ക് അത് ചെയ്യാനുള്ള ഒരു ധൈര്യം വന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അവരെ സംരക്ഷിക്കുന്ന അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതേപോലെ പാണ്ഡവർക്കും എന്താണ്, പാണ്ഡവർ എങ്ങനെയായിരുന്നു, പാണ്ഡവര് ഭഗവാന്റെ വാക്കിനെ ആണ് എപ്പോഴും അവസാന വാക്കായിട്ട് അവർ കാണുന്നത്. അപ്പൊ ഭഗവാൻ എന്താണോ പറയുന്നത് അതനുസരിച്ച്, ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കും. ഇതിൽ തന്നെ നമ്മൾ കണ്ടു, അർജുനൻ എന്ത് ചെയ്തു, ഓരോ സമയത്തും ഭഗവാനെയാണ് നോക്കുന്നത്. ഇപ്പൊ തന്നെ ഭീമസേനൻ ഇങ്ങനെ എതിരായിട്ട് പറയുന്നു, ദ്രൗപദിയും ബാക്കി പാണ്ഡവരും സാത്വികിയും എല്ലാവരും ഒരു സൈഡിൽ എല്ലാവരും ഭഗവാൻ സഹിതം പറഞ്ഞു അശ്വത്ഥമാവിനെ വെറുതെ വിടാം. പക്ഷെ ഇനി വീണ്ടും ഭഗവാൻ പറയും, എനിക്ക് എന്താണ്, അശ്വത്ഥമാവിനെ കൊല്ലാൻ, വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ വരും. അപ്പോ ഇനി അടുത്ത ശ്ലോകങ്ങളിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ എല്ലാ സ്ഥലത്തും എന്താണ്, ഭഗവാന്റെ ഭക്തരായി കഴിഞ്ഞാൽ ഭഗവാൻ അതിനൊരു സൊല്യൂഷൻ കണ്ട് അവർക്ക് കൊടുക്കും ചെയ്യാനായിട്ട്. അവരെ സംരക്ഷിക്കും ഭഗവാൻ എപ്പോഴും. ഭക്ത സംരക്ഷകനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത ശ്ലോകങ്ങളിൽ അതൊക്കെ പറയുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. ഇത്രയും സമയം കേൾക്കാൻ ഭാഗവതം കേൾക്കാൻ എല്ലാവർക്കും നന്ദി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി പറയാം. അതേപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം. ഇല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് ഒരുപാട് പേര്, എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെക്കാളും ശ്രേഷ്ഠരാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി നല്ല ക്ലാസ് ആയിരുന്നു. മാതാജിയുടെ ക്ലാസ് ഞാൻ ഫസ്റ്റ് ആണ് കേൾക്കുന്നത്. പക്ഷെ ഭയങ്കര നല്ല രസമായിരുന്നു. മാതാജി നിറയെ അറിയാനുള്ള എല്ലാ കാര്യങ്ങളും മാതാജി പറഞ്ഞു തന്നു. മാതാജിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി എടുക്കല്ലേ, ഭഗവാൻ അവർക്കൊരു അവസരം കൊടുത്തതായിരുന്നു. അത് ആരെയാണ് ഉദ്ദേശിച്ചത്? അത് ശമീക ഋഷിയുടെ പുത്രൻ ശൃംഗി, അങ്ങനെയുള്ള ബ്രാഹ്മണ പുത്രന്മാർക്ക്. ശമീക ഋഷി എന്ന് പറയുന്നത് എന്താണ്, ധർമ്മിഷ്ഠനാണ്, നല്ല എന്താണ് ഭക്തനാണ്. പക്ഷെ അങ്ങനെയുള്ള കുടുംബത്തില് ഇതുപോലുള്ള അസുരന്മാർക്ക് ഒരവസരം കൊടുത്തു. ശമീക ഋഷിയുടെ പുത്രനായിട്ടുള്ള ശൃംഗി അങ്ങനെയുള്ള എന്താണ് ബ്രാഹ്മണ പുത്രർക്ക് അവര് അവസരം കൊടുത്തത്. ആ അസുരന്മാർക്ക് അന്ന് ഭഗവാനാൽ വധിക്കപ്പെട്ടില്ല. അവരാരും ഭഗവാന്റെ ശത്രുക്കളാണെങ്കിലും ഭഗവാനായിട്ട് ഭഗവാൻ അവരെ വധിച്ചില്ല. കാരണം അത്രയൊരു ഇത് അപ്പോഴും മോക്ഷം അവർക്ക് കൊടുത്തില്ല. അങ്ങനെയുള്ള അസുരന്മാർക്ക് ഒരു ചാൻസ് ഈ കലിയുഗത്തില്, കലിയുഗം എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, പുണ്യ യുഗമാണ് മറ്റു യുഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള യുഗത്തിൽ ഒരു ചാൻസ്, അതേപോലെ എല്ലാവർക്കും ഭഗവാൻ ഒരു അവസരം കൊടുക്കും. ഇങ്ങനെ ഇത് മനസ്സിലാക്കി. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ ശൃംഗി അപ്പൊ ചെയ്തത് ഒരു അച്ഛനെ സംരക്ഷിക്കാന്നുള്ളൊരു ധർമ്മം അതല്ലെന്നാണോ പറയുന്നത്? സംരക്ഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ശൃംഗി ശരിക്കും പറഞ്ഞ അച്ഛനെ പോയി കാണുന്നില്ല. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നേരിട്ട് കാണാതെയാണ് പരീക്ഷിത് മഹാരാജാവിനെ ശപിക്കുന്നത്.
അതെ അതെ ശരി. കുട്ടികൾ വന്ന് പറയും ഇങ്ങനെ എന്താണ് അച്ഛന് ഇതില് പാമ്പ് ഇട്ടു. പക്ഷെ ശരിക്കും പറഞ്ഞ എന്താണ് ക്ഷത്രിയനായിട്ട് ആണ് പരീക്ഷിത് മഹാരാജാവ്. അദ്ദേഹം വരുമ്പോ നമ്മള് അദ്ദേഹം ക്ഷത്രിയനുമാണ്, ഭഗവത് ഭക്തനുമാണ്. ഇതൊക്കെ ശമീക മഹർഷിക്ക് അറിയാം. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു, അത്ര ചെറിയ കുട്ടിയാണ്, എന്നാൽ അദ്ദേഹത്തിന്റെ ആ ബ്രാഹ്മണനായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ആ കഴിവ് വെച്ചിട്ട് അദ്ദേഹം ആ ശാപം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും നേരിട്ട് അതെ. കാണുക കൂടി ചെയ്യാതെ ഒരു അഹങ്കാരത്തില് ആ. ചെയ്യുന്നതാണ്. രാജാവാണ്, ആ രാജ്യത്തെ രാജാവാണ്. അപ്പം അദ്ദേഹത്തിനെ നമ്മള് എന്താണ് ആദരപൂർവ്വം ക്ഷണിച്ച് ഇരുത്തി ഇതൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ അതൊന്നും അതെ ചെയ്യാതെ അതെ. കൃഷ്ണ മാതാജി, എല്ലാം ഭഗവാന്റെ നിയോഗമായിരിക്കും ഇല്ലേ മാതാജി? ഭഗവാൻ അതെ അതെ, എങ്കിലും ഭഗവാന്റെ നിയോഗമാണ് ഇതിങ്ങനെ തോന്നിപ്പിക്കുന്നത്, ഇങ്ങനെ ചെയ്യിച്ചതൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ്. കാരണം എന്ന് വെച്ച് ശരി. കഴിഞ്ഞാൽ ഓരോ ഭക്തരെ ആയിരുന്നാലും എന്താണ്, ഇപ്പൊ പരീക്ഷിത് മഹാരാജാവിന്റെ കാര്യം നോക്കി കഴിഞ്ഞാലും അദ്ദേഹത്തിനെ എന്താണ് തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകാൻ, ഭക്തന്മാരെ തിരിച്ചു കൊണ്ടുപോകാൻ ഭഗവാൻ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയം കണ്ടെത്തും. അതുപോലെ തന്നെ നമുക്ക് ശ്രീമദ് ഭാഗവതം ലഭിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ശ്രീമദ് ഭാഗവതം നമുക്ക് കിട്ടുകയുള്ളായിരുന്നു. ശരിയാണ്. ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. ഓരോ കാര്യം ചെയ്യുന്നതും ഭഗവാന്റെ അതെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. അതെ. ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ മാതാജി. കൃഷ്ണ. മാതാജി, പിന്നെ ഈ ശുഭബ്രഹ്മർഷി ഈ 2 ശ്ലോകം പറയുമല്ലോ, അത് കേട്ടാണല്ലോ അദ്ദേഹം കേൾക്കുമ്പോഴാണല്ലോ നിൽക്കുന്നത്. ഒന്ന് ബർഹാപീഠോ, ഒന്ന് ഏതാണ് മറ്റേത് മറന്നു, ഏത് ശ്ലോകമാണെന്ന് പറയുമോ മാതാജി? അഹോബഗീയം സ്തനകാലകൂടം. അത് ഏതാ ഏത് അഹോബഗി അധ്യായത്തിന്റെ? അത് സെക്കൻഡ് കാൻഡോ, ഹരേ കൃഷ്ണ സെക്കൻഡ് മാജി, കാൻഡോ. ഇന്നലെ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട് ആ ശ്ലോകം മാജി. ഓ ശരി 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 ശരി. ഓക്കെ മാതാജി, ഹരേ കൃഷ്ണ. അതുപോലെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, അത് ഏത് ശ്ലോകമാണെന്ന് ഒന്നുകൂടെ പറയാം മാതാജി? അത് 1:2:28 മാതാജി. ഫസ്റ്റ് കാൻഡോ, സെക്കൻഡ് ചാപ്റ്റർ, 28. ആ ഓക്കെ ഓക്കെ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. 3:2:23. സോറി, 3:2:20. അഹോബഗീയം. ഓക്കെ ഓക്കെ. 3:2:23. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാനും ആകെ ക്ഷമിച്ച, എനിക്ക് കഴിഞ്ഞ ആഴ്ച രാസറാണിയാണ് ഈ ശ്ലോകത്തിന്റെ നമ്പറും കാൻഡോയും നമ്പറും ഒക്കെ പറഞ്ഞത്. എന്നിട്ട് ഈ ഒന്ന് പറഞ്ഞ എന്തെന്ന് ഞാൻ വിചാരിച്ചു. ഹരേ കൃഷ്ണ. ഈ ശൃംഗി നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്നത്, ശൃംഗി ആദ്യമായി കുഴപ്പമുണ്ടാക്കിയത് ശൃംഗി ബ്രാഹ്മണൻ. ആദ്യമായിട്ട് ബ്രാഹ്മണ അത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. കുറെ വിവരണമുണ്ട്. അതന്നെ മാതാജി, ബ്രാഹ്മണർക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുന്നതും അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ബ്രാഹ്മണർക്ക് അവരുടെ ആ അവരുടെ ആ ഇത് എന്താണ്, ആ യോഗ്യതകളും ഇതെല്ലാം ഇല്ലാതാവുന്നതിന് കാരണവും ശൃംഗിയാണ്. ദ്വിജബന്ധുവായിട്ട് മാറുന്നത്, ആ ജാതിയുടെ ഇതിലേക്ക് വരുന്നത് ശൃംഗിയുടെ ഇത് കാരണമാണ്. ഹരേ കൃഷ്ണ. ഹരിബോൽ. കൊള്ളായിരുന്നു. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കാരുണ്യം, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, എല്ലാവരും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ്. നമ്പർ എങ്ങനെ തെറ്റിയെന്നാണ് ഞാൻ വണ്ണം വിട്ട് നിൽക്കണേ. എനിക്ക് പറഞ്ഞു തന്ന ആള് ഇന്നിപ്പോ വേറെ നമ്പർ പറയാം. പെട്ടെന്ന് ഓർമ്മയിൽ വന്നില്ല. ശരി ശരി. ഹരിബോൽ. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായ ക്ലാസ്സിന് നന്ദി മാതാജി. ഗംഭീര ക്ലാസ്, നന്നായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഹരേ കൃഷ്ണ മാജി. മാതാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യാം മാജി. ഹരേ കൃഷ്ണ. ഓക്കെ. പഞ്ചകൃപാസുരഭ്യേശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നന്ദപുരി വൈഷ്ണവ श्रील प्रभुपाद की जय, गुरुदेव महाराज की जय. हरे कृष्णा. Thank you so much മാജി. ഹരേ കൃഷ്ണ. മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Thank you മാതാജി. ഹരേ കൃഷ്ണ.